ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നല്ലൊരു പുളിശ്ശേരി തയ്യാറാക്കാം. നമ്മൾ വെള്ളരിക്ക ഇട്ടിട്ടാണ് പുളിശ്ശേരി തയ്യാറാക്കുന്നത്. പുളിശ്ശേരിയുടെ അരപ്പിനായി നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്നത് തേങ്ങ, 3 കൊച്ചുള്ളി, കുറച്ച് ജീരകം, 3 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചിട്ട് കാണാം. അപ്പം നമുക്ക് വേവിച്ച് വെച്ച വെള്ളരിയിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ എൻ്റെ അളവിനാണ് ഉപ്പ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. ഇത് മിക്സിയിലൊന്ന് അടിച്ചു വെച്ചിരിക്കുന്ന തൈരാണ്. ഇത് തിളക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂട് ആവി കയറി വന്നാൽ മതി. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. ഒപ്പം തന്നെ നമുക്ക് ഇച്ചിരി ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി ഇപ്പോൾ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനൊപ്പം തന്നെ വറ്റൽമുളക് ഉള്ളവർക്ക് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉള്ളിയെല്ലാം നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്ത പാടെ നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് 5 മിനിറ്റിന് ശേഷം തുറന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ കാണാം. ടാറ്റാ.